ഹായ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണമാണ്. അപ്പോൾ വളരെ നേരത്തെ തന്നെ എണീക്കേണ്ടി വന്നു. കാരണം വീടിനടുത്തല്ല, ഒരുപാട് ദൂരെയാണ്. ട്രിവാൻഡ്രത്ത് വെച്ചാണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ അങ്ങ് വരെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റി. പിന്നെ കുറച്ച് ഫിറ്റ് ചെക്കൊക്കെ നടത്തി. അച്ഛനാണ് ഈ ഷോട്ടൊക്കെ എടുത്തത്. രാവിലത്തെ ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കയറി ഇനി ബസ്സിൽ കയറണം. ഇനിയിപ്പോൾ ബസ്സിൽ വെച്ച് കാണാം. ഓക്കെ. ബസ് കയറി സ്ഥലം എത്താറായി. ഞാൻ പാളയത്ത് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അവരോടൊപ്പം പോകാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ PMG എത്തി. അങ്ങനെ പാളയത്തെത്തിൻ്റെ പിന്നെ എനിക്ക് കൂട്ടുകാരെ വിളിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കുറച്ച് ടൈം എടുത്ത് താമസിച്ചേ വരത്തുള്ളൂ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ ആദ്യം കുറച്ച് നേരം എന്നാണ് വിചാരിച്ചത്, പിന്നെ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞാനിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ് ഈ പബ്ലിക് ലൈബ്രറി ഉള്ളത്. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റി. പക്ഷേ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ അത് തുറന്നില്ല. എനിക്ക് കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സ് വന്നു. പിന്നെ അവരുടെ കൂടെ ആയിരുന്നു പോയത്. ശ്രീമൂലം ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ്, ആ ക്ലബ്ബിൽ വെച്ചാണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ സ്ഥലങ്ങളൊന്നും വലിയ പരിചയമൊന്നുമില്ല. ഞാൻ ഇങ്ങോട്ട് അങ്ങനെ വന്നിട്ടൊന്നുമില്ല. ട്രിവാൻഡ്രം വന്നിട്ടുണ്ട്, ബട്ട് ഇങ്ങോട്ട് അങ്ങനെ വന്നിട്ടില്ല ഈ ഏരിയയിലോട്ടൊന്നും. അങ്ങനെ ഞങ്ങൾ ആ ക്ലബ്ബിലെത്തി. ശ്രീമൂലം ക്ലബ്ബ് എന്ന് പറഞ്ഞ അവിടെ എത്തി. അകത്ത് കയറി ഞങ്ങൾ കല്യാണമൊക്കെ കണ്ടു, ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. ഇതിൽ കുറച്ചേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ കല്യാണത്തിൻ്റെ. പിന്നെ തിരിച്ചവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെയും പാളയത്തെത്തി. പാളയത്ത് നിന്നപ്പോൾ തന്നെ എനിക്കൊരു പെട്ടെന്നൊരു ബസ് കിട്ടി. ഫാസ്റ്റായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് കാര്യത്തെത്തി. അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ച് വീട്ടിലത്തേക്ക് അങ്ങനെ തിരിച്ച് നടക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ രണ്ടാമത്തെ വ്ളോഗ്. നമുക്ക് മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം.